ഹലോ ഫ്രണ്ട്സ്, മിങ്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് ആറ്റുകാലിലാണെങ്കിൽ എല്ലായിടത്തും ഒരു 100 മീറ്റർ ഇടവിട്ടാണെങ്കിൽ എല്ലായിടത്താണെങ്കിൽ ഫുഡിങ്സ് ഇഷ്ടംപോലെ സന്നദ്ധ സംഘടനകളും അല്ലാതെയുള്ള ഇഷ്ടംപോലെ സംഘടനകളും ഫുഡിങ്സ് എല്ലാം റെഡിയാക്കി പൊങ്കാലയ്ക്ക് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ഹോമിയോ ആശുപത്രിയുടെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഫുഡിങ്സ് റെഡിയാക്കുന്ന ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചോറ് 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 പൊക്കിയെടു പൊക്കിയെടു അരിയിടാൻ പോകണം. നിങ്ങളെ കണ്ടില്ലല്ലോ, ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. ആണ് നമ്മള് അവസാനത്തെ 3 വർഷം ഇവിടെ വരുന്നുണ്ട് കറക്റ്റായിട്ട്. വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ഇവിടെ എത്തരും. കഴിഞ്ഞ ഇപ്പൊ കണ്ടില്ലല്ലോ. ഉണ്ടോ? പൊട്ടിച്ചോ പൊട്ടിച്ചോ. ചേട്ടാ പോസ്റ്റിനെ മുട്ടിക്കൊണ്ടിട്ട് നമ്മൾ തിരക്കുന്നുണ്ട്. ഓ ഓ ഓ ഓ ഓ ഗുമ്പ് വന്നില്ല. എന്തായാലും നാളെ വരും. എന്തായാലും നാളെ എന്തായാലും രാത്രി വന്നു കഴിഞ്ഞാൽ അവര് നിന്റെ കാലി കറികളും സാമ്പാറും ചോറും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫുൾ വീഡിയോസ് വന്നിട്ട്, അതായത് ഫുഡ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ വന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മരക്കറിയില്ല
നമുക്കിത് അവിടെ വലിയ ഒരു കലവറ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മെയിനായിട്ടുള്ള ഷെഫിൻ്റെ അടുത്ത് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലാണെങ്കിൽ ഫുഡിങ്സ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയോ? ഞങ്ങൾ 15 വർഷം കൊണ്ട് ഇവിടെ തുടങ്ങിയ പരിപാടിയാണ്. ആദ്യം 1 ചാക്ക് അരിയിൽ തുടങ്ങി ഇപ്പം 12 ചാക്ക് അരി വരെ വെച്ച് സാമ്പാർ, അവിയൽ, മാങ്ങ 3 ഐറ്റം കൊടുക്കുക. 10,000 പേരൊക്കെ വർഷത്തോടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു 10-50 ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഇത് അശോകൻ ചേട്ടനാണ് ഇതിൻ്റെ ഒരു സംരംഭത്തിൻ്റെ ഒരു ആദ്യം തുടക്കം കുറിച്ച്. 1 ചാക്ക് അരിയിലുള്ള തുടക്കം കുറിച്ച് ഇപ്പോൾ 10-12 ചാക്കുകൾ അരിയോടുകൂടി നമ്മൾ ഒരു വളരെ ക്വാളിറ്റേറ്റീവായിട്ട് ഫുഡ് കൊടുക്കുന്നു. ഇതൊരു യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ വെളിയിൽ നിന്ന് ഒരു പിരിവും 1 രൂപ പോലും ഇതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ തന്നെ അത് കണ്ടെത്തി പിന്നെ അമ്മയുടെ ഭക്തജനങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ ഒരു സദ്യ കൊടുക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് ഞങ്ങൾ ഒരു മാസത്തോളം മുന്നേ തയ്യാറെടുക്കും. കാര്യം വിറക് കെട്ടുകലും പിന്നെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളടക്കം ഞങ്ങൾ 1 മാസം മുന്നേ തയ്യാറെടുത്ത് കൃത്യമായി പിന്നെ ഗ്യാസൊന്നും ഉപയോഗിക്കാതെ സാധാരണ വിറകിൽ തന്നെ പാചകം ചെയ്ത് അത്രയും ക്വാളിറ്റിയും വളരെ ഗുണത്തോടും കൂടിയാണ് ഞങ്ങൾ അമ്മയുടെ ഭക്തജനങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഇനി വരും വർഷങ്ങളിലും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഇത് ഇനിയും ആവർത്തിച്ച് കൊണ്ടുപോകുന്നതാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ ഇത് കൊണ്ടുപോകും പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കുന്നൊരു കൂട്ടായ്മയാണ്. ഇവിടെ വേറെ സ്ഥാനമാനങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ചിന്തകളും ഒരേ പിന്നെ സ്ഥാനങ്ങളുമാണ്. ഇപ്പോൾ വേറൊരു പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ ട്രസ്റ്റോ ഇതൊന്നും ഇതിനകത്ത് ഇല്ല. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ രീതിയിൽ ഒരേ ആശയത്തിൽ വർക്ക് ചെയ്യുന്ന അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു ഓഫറിംഗ് ആണ്. ഓക്കെ.